പഠിക്കാനിരിക്കുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല സർ. ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോയിൽ ഈ ഫോക്കസിന്റെ ഈ പ്രശ്നം നേരിടാൻ വേണ്ടി 3 ട്രിക്സ് 3 ഹാക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇനി പഠിക്കാൻ ഫോക്കസ് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വരില്ല. ഇതിൽ ഫസ്റ്റ് ടെക്നിക്കാണ് മൾട്ടി ടാസ്കിങ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല, ചെയ്യാതെ ഇരിക്കേണ്ട കാര്യമാണ്. പല കുട്ടികൾക്കും പഠിക്കാനിരിക്കുമ്പോൾ ഫോക്കസ് കിട്ടാത്തതിന് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മൾട്ടി ടാസ്കിങ്. ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മൾട്ടി ടാസ്കിങ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ മാത്സ് പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്തു, പക്ഷെ അതേസമയം നിങ്ങളുടെ ഡെസ്കിൽ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങളുടെ ഫോൺ ഉണ്ട്, ആ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആണ്, അപ്പുറത്തെ റൂമിൽ TV ഓൺ ആണ്, ആ TVന്റെ ശബ്ദം നിങ്ങൾക്ക് കുറച്ച് കേൾക്കാം. മാത്രമല്ല ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മാത്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് അറിയാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രാക്ഷൻസ് കുറെ അടുത്ത് കിടപ്പുണ്ട്, അതിലേക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നുള്ളൂ നിങ്ങളുടെ മനസ്സിനറിയാം. അതുകൊണ്ട് തന്നെ മാത്സ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, ചെറിയൊരു ഫ്രസ്ട്രേഷൻ, ഒരു ദേഷ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ചാടി കയറി എന്ത് ചെയ്യും, നമ്മുടെ ഫോൺ എടുക്കും, എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പല കുട്ടികളുണ്ടാവും ഈ ബ്രൗസ് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ പഠിക്കാൻ നോക്കും. കുറച്ചു നേരം ബ്രൗസിങ്, കുറച്ചു നേരം പഠിക്കും, കുറച്ചു നേരം ബ്രൗസിങ്, കുറച്ചു നേരം പഠിക്കുക. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വേസ്റ്റ് ആണ്. അപ്പോൾ സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ വേറെ വേറെ കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ പ്രൊഡക്റ്റീവ് കാര്യത്തിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഓൾമോസ്റ്റ് 40% കുറയുന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചാലും ഓൾമോസ്റ്റ് ഒരു 36 മിനിറ്റ് പഠിച്ചതിന്റെ എഫക്റ്റേ വരുള്ളൂ. അപ്പോൾ ഇത് വരാതിരിക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൾട്ടി ടാസ്കിംഗ് പരിപാടി അഥവാ ഈ സ്മോൾ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ ഒഴിവാക്കുക. ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ എന്താണ്, നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ഒന്നെങ്കിൽ വേറെ റൂമിൽ വെക്കുക. ഇനി അടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുക, ഒന്നെങ്കിൽ സ്ലീപ്പ് മോഡ് ഇടുക, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഇടുക. അത് ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ ആവാൻ പാടില്ല. നിങ്ങൾ ആ പഠിക്കുന്ന 1 മണിക്കൂറാണെങ്കിൽ അല്ല അരമണിക്കൂറാണെങ്കിലും ആ പഠിക്കുന്ന സമയത്ത് പഠനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആ സമയത്ത് വേറൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോക്കസ് കുറച്ച് കൂടും. ഇനി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഡെസ്ക്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഡെസ്കിൽ, ആ ഡെസ്കിലും പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള കാര്യങ്ങൾ ഒന്നും വെക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള ബുക്സ് ആയിക്കോട്ടെ, അനാവശ്യമായിട്ടുള്ള ടോയോ ഗെയിം കളിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വേറെ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ സറൗണ്ടിങ്സ്, പഠിക്കുന്ന സറൗണ്ടിങ്സ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണോ? ഇല്ലെങ്കിൽ ആദ്യം തന്നെ ആ ഒരു കാര്യം ഫിക്സ് ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ ബോഡി മൈൻഡ് കണക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് അല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഡിപ്പെൻഡന്റ് ആണ്. അതായത് നിങ്ങളുടെ ബോഡി ഭയങ്കര ടയേർഡും എക്സോസ്റ്റഡും ആണെങ്കിൽ നിങ്ങളുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി എങ്ങനെയാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിന്റെ സമയത്തുള്ള ഫോക്കസിനെയും ഭയങ്കര കാര്യമായിട്ട് അത് എഫക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബോഡി കറക്റ്റ് ആക്കുക. ഈ ബോഡി കറക്റ്റ് ആക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയിരുന്ന ആളുപോലെ വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പോയി കുളിക്കാൻ നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കുളിച്ച് കഴിഞ്ഞൊരു ഫീലിംഗ് ഇല്ലേ, കുളിക്കാനൊക്കെ നമുക്ക് മടിയാണ്, എനിക്ക് മടിയാണ്, നിങ്ങൾക്ക് മടിയായിരിക്കും. പക്ഷെ കുളിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ്, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഫീലിംഗ് നമുക്കിങ്ങനെ വരും അല്ലേ, നമ്മുടെ മടി അങ്ങോട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ജസ്റ്റ് നിങ്ങളുടെ ബോഡി ഒന്ന് ആക്റ്റീവ് ആക്കുക. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളോ, അല്ലെങ്കിൽ നിങ്ങൾ യോഗയൊക്കെ ചെയ്യുന്നവരാണ് യോഗയോ, നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസോ അല്ലെ യോഗ ടെക്നിക്സോ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ചെയ്താൽ നിങ്ങളുടെ ബോഡി വാമപ്പ് ആവും. ബോഡി വാമപ്പ് ആവുന്ന അതേ സമയം തന്നെ നിങ്ങളുടെ മൈൻഡും വാമപ്പ് ആവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്ട്രാക്ഷനും ഈ ഫോക്കസ് ഇല്ലായ്മയും ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വൈസൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ ഇങ്ങനെ വായിക്കും, കുറേ വീഡിയോയിൽ നോക്കും, പക്ഷെ ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല, ട്രൈ പോലും ചെയ്ത് നോക്കില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ഒരു 2 ആഴ്ച നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ നോക്കി നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടോളൂ. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെറിയെങ്കിലും ഡിഫറൻസ് നിങ്ങളുടെ ഫോക്കസിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ലൈഫ് ലോങ് ഇങ്ങോട്ട് ഇനി നിങ്ങൾക്ക് ഫോക്കസ് ആവശ്യമുള്ള കാര്യമാണ്. അത് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, നിങ്ങൾ നാളെ ജോലി ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ലൈഫ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ലത്. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിനെ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഈ പറഞ്ഞ ഒരു എക്സസൈസോ റൊട്ടീനൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇനി നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ പോയാലും മതി. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കുളിക്കുക. 2 കാര്യങ്ങൾ നടക്കും. ഒന്ന് ബോഡി ക്ലീൻ ആവും, മാത്രമല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, നമുക്ക് കുളിക്കാനൊക്കെ മടിയാണ് അല്ലേ, എനിക്ക് ഇച്ചിരി ഭയങ്കര മടിയാണ് കുളിക്കാൻ വേണ്ടി. കുളിക്കുന്നതിന് ആലോചിക്കുമ്പോൾ തന്നെ എന്തിനാന്നൊക്കെ ഞാൻ ആലോചിക്കും എൻ്റെ മനസ്സിൽ. പക്ഷേ ഞാൻ കുളിച്ച് കഴിയുമ്പോൾ
നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നും അല്ലേ. പുതിയ പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി റെഡിയോ. അതെന്തുകൊണ്ടാണ് എക്സാക്ട്ലി സംഭവിക്കുന്നത് സയന്റിഫിക്കലി എനിക്കറിയില്ല, എന്തെങ്കിലും റീസൺ ഉണ്ടാവാം. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, നമ്മുടെ ബോഡി റെഡി ആകുമ്പോൾ നമ്മുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി റെഡി ആവും. ബോഡി റെഡി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടും കാര്യമില്ല, നിങ്ങളുടെ മൈൻഡ് റെഡി ആവില്ല. അപ്പോൾ ആ കാര്യം റെഡിയാക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ പോവാണ്. അതായത് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയാൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവും. രാവിലെ ഒന്ന് എണീറ്റിട്ട് ചെറിയ രീതിയിൽ എക്സസൈസോ അല്ലെ യോഗ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് കുളിച്ചിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ബാക്കിയുള്ളവർ നിങ്ങളെ അടുത്ത് വരാൻ മടിക്കില്ല. പല കുട്ടികളും എനിക്കറിയാം ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഷാബി ആയിട്ട് കുളിക്കാതെ, അത് ചിലപ്പോൾ കുറേ ദിവസങ്ങളൊന്നും കുളിക്കാതെ ഒക്കെ പോകുമ്പോൾ പൊതുവേ അവരുടെ ഫ്രണ്ട്സ് പറയില്ലെങ്കിലും അവർക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് മാത്രമല്ല അവർ ചിലപ്പം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും അവർ തമ്മിലൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നോക്കാം. മാത്രമല്ല നിങ്ങൾ അങ്ങനെയൊക്കെ വൃത്തിയായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് റുട്ടീനാണ്, ഹെൽത്ത് ഹൈജീനാണ്. ആ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, നിങ്ങളുടെ ബോഡി ഷാർപ്പാക്കുന്ന വഴി നിങ്ങൾക്ക് മൈൻഡ് ഷാർപ്പാക്കാൻ പറ്റും. അതൊന്നും കൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഷാർപ്പാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. നിങ്ങൾ ഫോണും ലാപ്ടോപ്പും ഒന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന് നോക്കി നോക്കി. എന്നായിരുന്നു നിങ്ങൾ അങ്ങനെ വെറുതെ ഇരുന്നത്? അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടാറുണ്ടാവില്ല അല്ലേ. എനിക്ക് പോലും കിട്ടാറില്ല മിക്ക സമയം. ഞാൻ ആകെ വെറുതെ ഇരിക്കുന്നത് ബാർബർ ഷോപ്പിൽ പോയി വെയിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോഴും നമ്മൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡോപ്പമീൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോപ്പമീൻ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നാലുള്ള പ്രശ്നം നമുക്ക് പെട്ടെന്ന് പഠനത്തിലേക്ക് മാറുമ്പോൾ ഡോപ്പമീൻ വല്ലതും വരുമോ? ഡോപ്പമീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ തന്നെ പരീക്ഷയുടെ മാർക്ക് കിട്ടുമ്പോഴാണ്, അല്ലാണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നോക്കുമ്പോൾ പഠിക്കുമ്പോൾ ഡോപ്പമീൻ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ബോർഡാവും, നമ്മളും ബോർഡാവും. അങ്ങനെ ബോർഡായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇതിനുള്ള സൊല്യൂഷനാണ് കുറച്ച് നേരത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡോപ്പമീൻ ഇങ്ങനെ റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക, വെറുതെ ഇരിക്കുക. ഈ വെറുതെ ഇരിക്കുന്ന ശീലം നിങ്ങൾ മെല്ലെ തുടങ്ങിയാൽ നിങ്ങൾക്ക് വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഈ ഫോക്കസ് നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും, കാരണം ഈ ഡോപ്പമീൻ സ്പൈക്ക് ഇല്ല. അപ്പോൾ അവിടുന്ന് നിങ്ങൾ പഠനത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പല ഐഡിയാസും നമുക്ക് കിട്ടും. ഈ പല ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര ഐഡിയാസ് ആവാം, ചെറിയ ഐഡിയാസ് ആവും. നമ്മുടെ ലൈഫിൽ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ഒക്കെ അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ബ്രൗസ് ചെയ്യുമ്പോൾ ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇങ്ങനെ വെറുതെയൊക്കെ ഇരിക്കുമ്പോഴേ വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓൺ ടൈം, നമ്മുടെ ഓൺ തോട്ട്സിന് വേണ്ടി സമയം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഈ വെറുതെ ഇരുന്നേ പറ്റുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ ബ്രൗസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴോ സീരീസ് കാണുമ്പോഴോ നിങ്ങളുടെ തോട്ട്സ് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, അത് മറ്റുള്ളവരുടെ തോട്ട് നിങ്ങളുടെ തലയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും സ്വന്തം തോട്ട്സിനോട് സമയം കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഫിലോസഫിക്കലായി പോയി. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിമ്പിൾ കാര്യം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പഠനത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് കുറച്ചുകൂടി കൂടും. ഇതിനെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ പഠിക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ആപ്പിലൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ യോഗ നിദ്ര അഥവാ NSDR പോലത്തെ ടെക്നീക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സിമ്പിൾ ടെക്നീക്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കുക. ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്ന് മാത്രമല്ല ഷോർട്ട് ടേമിലേക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ഫോക്കസും കുറച്ചുകൂടി തരുന്നതായിരിക്കും. ലാസ്റ്റ് കാര്യം, ഈ പഠിക്കുന്ന പ്രോസസ്സ്, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന പ്രോസസ്സ് നമ്മളൊരു ഹാബിറ്റ് ആക്കി മാറ്റണം. അങ്ങനെ ഹാബിറ്റ് ആയിട്ട് മാറിയാലേ ഈ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങളൊരു 5-6 ദിവസം അങ്ങനെ ചെയ്തു, പിന്നെ നിങ്ങൾ പഴയ പോലെ പോവുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായി മാറില്ല. അങ്ങനെ ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര സ്ട്രഗിൾ എടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ സ്ട്രഗിൾ എടുത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പഴയ ഷെഡ്യൂളിലേക്ക്, പഴയ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേർപ്പസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹാബിറ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ ഹാബിറ്റ് ആക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു 10-20 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നിങ്ങളുടെ ഹാബിറ്റായി മാറുള്ളൂ. അങ്ങനെ ഹാബിറ്റായി മാറുമ്പോഴാണ് നമുക്ക് ലോങ് ടേമിലേക്ക് കുറേ കാലത്തേക്ക് ഇത് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്താൽ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ കുളിക്കുന്ന ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൈൻഡിന് വേണ്ടിയുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞ ടേബിളൊക്കെ വൃത്തിയാക്കണം, വേറെ ഡിസ്ട്രാക്ഷനും ഫോണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇത് എത്ര ദിവസം ചെയ്യണം എന്നുള്ള കാര്യത്തിന് ഓരോ ആൾക്കാർക്ക് ഓരോ കണക്കൊക്കെയാണ്. പക്ഷേ മിനിമം ഒരു 21 to 30 ഡേയ്സെങ്കിലും നിങ്ങളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്താലേ
നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമാവുള്ളൂ. അങ്ങനെ ഹാബിറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം പിന്നെ അതൊരു സ്ട്രഗിൾ ആയിരിക്കില്ല. നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന പോലെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യമായി മാറും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എക്സസൈസ് ചെയ്യുക, കുളിക്കുക, മൈൻഡ് ഫ്രഷ് ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നടന്നോളും. ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുക, ശരിക്കും നമ്മളെ ഒരു ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി ഈ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ടൈം ഫോളോ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ഒരു 21 to 30 ഡേയ്സ് നിങ്ങൾ കൃത്യമായി ടൈം വെച്ചിട്ട് ഇന്ന ടൈമിൽ ഞാൻ വരും, ഞാൻ ശരി ഒരു 10 മിനിറ്റ് എക്സസൈസ് ചെയ്യും, 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കും, ആ ഒരു ടൈം നിങ്ങൾ ഫിക്സ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്ന് മാത്രമല്ല പിന്നീട് ഒരിക്കലും ഈ ഫോക്കസ് കിട്ടാത്ത പ്രശ്നം നിങ്ങൾക്ക് പഠിക്കുമുണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ടെക്നീക്സ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഭയങ്കര പവർഫുൾ ആയ ടെക്നീക്സ് ആണ് ഇതൊക്കെ. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത്, അത് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ സ്കൂളിലെ പഠനത്തിന് മാത്രമല്ല, നിങ്ങൾ നാളെ ജോലി കിട്ടുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഈ ഫോക്കസ്. അവിടേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കില്ല്, ഈ ഫോക്കസ് എന്നുള്ള ഒരു സ്കില്ല്, അതൊരു സ്കില്ലും കൂടിയാണ്. ആ സ്കില്ല് നിങ്ങൾക്ക് അവിടേക്കൊക്കെ കൊണ്ടുപോകാം. അത് ഒരിക്കലും അതെപ്പോഴും നിങ്ങളെ ഹെൽപ്പേ ചെയ്യുള്ളൂ. ഇനി അവസാനം ഒറ്റ കാര്യം പറയാനുള്ളൂ, പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. അത് ചിലപ്പോൾ കുറച്ച് ഓവർവെൽമിംഗ് ആയിരിക്കും, നമ്മുടെ മൊത്തം ലൈഫ് അങ്ങോട്ട് മാറുന്ന പോലെ തോന്നും. അത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഓരോരോ കാര്യങ്ങൾ, ഏറ്റവും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഏത് കാര്യമാണോ, അത് എക്സസൈസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കുളിക്കുന്നതാവാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ ടേബിൾ ക്ലീൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഫോൺ മാറ്റി വെക്കുന്നതാവാം, ഏതെങ്കിലും ഒരു കാര്യം വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു കാര്യം ഒരു 3-4 ഡേയ്സ് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ കാര്യത്തിന് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും പ്രാക്ടിക്കലി കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. തീർച്ചയായും ഇന്ന് മുതൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പ്രോമിസ് ചെയ്ത ആ ഫോക്കസ് നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. ഓൾസോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എന്ത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണമെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ.